സസ്പെൻസ് നിലനിർത്തി രാഹുൽ ഗാന്ധിയുടെ വയനാട് പര്യടനം. ഏതു മണ്ഡലം നിലനിർത്തണമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എന്ത് തീരുമാനമെടുത്താലും വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന് രാഹുൽ ഗാന്ധി എടവണ്ണയിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. എടവണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. 2 മണ്ഡലങ്ങളിൽ ജയിച്ച് താൻ ധർമ്മസങ്കടത്തിലാണ്. മോദിക്ക് കാര്യങ്ങൾ ഉപദേശിക്കാൻ പരമാത്മാവുണ്ട്. അദാനിയും അംബാനിയുമാണ് പ്രധാനമന്ത്രിയുടെ പരമാത്മാവ്. Modi ji has a strange Paramatma. His Paramatma makes him take all the decisions in favor of Adani and Ambani. Paramatma tells him, Narendra Modi ji, this morning you are going to give Bombay airport to Adani. Okay, now you gave Bombay, now you give Lucknow. Good, now you have given 7 airports. Now you give power plants. Okay, good, now you've done power plants. Now to help Adani with defense, you do Agniveer. തന്റെ കാര്യങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. My God is the poor people of India. My God is the people of Wayanad. So for me it's very easy. I just go talk to the people and my God tells me what to do. I will commit to you is that both Wayanad and Raebareli will be happy with my decision. നരേന്ദ്രമോദി കഷ്ടിച്ചാണ് ഇത്തവണ വിജയിച്ചതെന്നും രാഹുൽ പറഞ്ഞു. ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റയിലും രാഹുൽ ഗാന്ധിക്ക് സ്വീകരണമുണ്ടായിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, MM ഹസൻ, രമേശ് ചെന്നിത്തല, ഷാഫി പറമ്പിൽ, ഹാരിസ് ബീരാൻ അടക്കമുള്ള നേതാക്കൾ എടവണ്ണയിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിച്ചില്ല.